ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. നമ്മുടെ പ്രത്യേക പഠന പരമ്പര റോമാലേഖനത്തിൽ നിന്നുള്ളതാണ്. 130ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ദീർഘമേറിയൊരു പഠനം തന്നെയാണ്. കാരണം അത്രമാത്രം പ്രാധാന്യമുള്ള ഈടുറ്റ പുതിയ നിയമത്തിൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള സുപ്രധാനമായ എല്ലാ വിഷയങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വളരെ അനുഗ്രഹീതമായ ഒരു ലേഖനമാണ് പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ നൽകപ്പെട്ട റോമാലേഖനം. നാം ഇപ്പോൾ അതിൻ്റെ 6ാം അധ്യായത്തിലാണ്. 6-7 അധ്യായങ്ങൾ ക്രിസ്തുവിൽ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുന്നതിനെക്കുറിച്ചാണ്. വിശുദ്ധീകരണം എന്ന വിഷയത്തിൽ 6-7 അധ്യായങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി പാപത്തിൽ നിന്ന് സ്വതന്ത്രനാണ്. പാപത്തിൽ നിന്ന് സ്വതന്ത്രനാകുമെന്ന് പറഞ്ഞാൽ ആ വ്യക്തി ദൈവത്തിൻ്റെ ദാസനാവുകയാണ്. ഇന്നുവരെ പാപത്തിൻ്റെ ദാസനായിരുന്ന വ്യക്തി വീണ്ടും ജനനത്തിലൂടെ ദൈവത്തിൻ്റെ ദാസനായി മാറുന്നു. ഇതിൻ്റെ പ്രായോഗികമായ ഘടകങ്ങളാണ് 6ാം അധ്യായത്തിൻ്റെ 15 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങളിൽ പറയുന്നത്. ഇതേ വിഷയം തന്നെയാണ് തീത്തോസിൻ്റെ പുസ്തകം 2ാം അധ്യായം 11 മുതൽ 14 വരെയും, കൊരിന്ത്യർക്ക് എഴുതിയ 2ാം ലേഖനം 5ാം അധ്യായം 14 മുതൽ 21 വരെയും, എഫേസ് ലേഖനം 4ാം അധ്യായത്തിൻ്റെ 17 മുതൽ 5:2 വരെയും, കൊലോസ് ലേഖനം 3ാം അധ്യായത്തിൻ്റെ 9 മുതൽ 4:6 വരെയും പറയുന്നത്. വീണ്ടും ജനിച്ചൊരു ദൈവപൈതൽ വായിച്ചിരിക്കേണ്ട വേദഭാഗങ്ങളാണ്. എപ്രകാരമാണ് ഇനി ഞാൻ ജീവിക്കേണ്ടത്, ക്രിസ്തുവിൽ എൻ്റെ ജീവിതം എങ്ങനെ ഞാൻ തുടങ്ങണം എന്ന് മനസ്സിലാക്കി തരുന്ന വേദഭാഗങ്ങളാണിവ. അപ്പോൾ പൗലോസ് ഇവിടെ 6ാം അധ്യായത്തിൻ്റെ 15ാം വാക്യത്തിൽ പ്രായോഗികമായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ച്, അതായത് ന്യായപ്രമാണവും കൃപയും ഇത് തമ്മിലുള്ള പ്രായോഗിക വ്യത്യാസങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ചു. 15ാം വാക്യം ഇങ്ങനെ ആരംഭിക്കാം. എന്നാലെന്ത്, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ നാം പാപം ചെയ്യുകയെന്നോ? ഈ ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ തവണ ചിന്തിച്ചതാണ്. അതിന് വേറെ വശത്തോടിൽ നിന്ന് ഒന്നുകൂടെ ചിന്തിക്കുകയാണ്. നാം ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ നാം പാപം ചെയ്യുകയെന്നോ? ഇവിടെ ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള ആ ഒരു താരതമ്യം നൽകുക കൂടിയാണ്. ഇപ്പം പൗലോസ് ന്യായപ്രമാണത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചപ്പോൾ 3 വിധത്തിലാണ് അത് അവതരിപ്പിച്ചത്. 3 കാര്യങ്ങൾ ന്യായപ്രമാണത്തെക്കുറിച്ച് പറഞ്ഞു. ഒന്നാമത്, ന്യായപ്രമാണം ഒരിക്കലും ഒരു മനുഷ്യൻ്റെ നീതീകരണത്തിന് അടിസ്ഥാനമല്ല ന്യായപ്രമാണം. രണ്ടാമത് പറഞ്ഞു, ന്യായപ്രമാണം ഒരിക്കലും അബ്രഹാമിൻ്റെ വാഗ്ദത്വം നമ്മിൽ എത്തിക്കുന്നില്ല. റോമലേഖനം 4ാം അധ്യായത്തിൻ്റെ 13ാം വാക്യമാണ് അതിന് ഉപയോഗിച്ചത്. ലോക അവകാശിയാകുമെന്നുള്ള വാഗ്ദത്വം അബ്രഹാമിനും അവൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്താലത്രേ, വിശ്വാസത്തിൻ്റെ നീതിയാലല്ലോ ലഭിക്കുന്നത്. അപ്പോൾ ന്യായപ്രമാണം കൊണ്ട് ഒരിക്കലും ദൈവം അബ്രഹാമിനോട് നൽകിയ വാഗ്ദാനത്തിൻ്റെ അവകാശികളാകുന്നില്ല ആരും. അത് വ്യക്തമായിട്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി കാണിച്ചു തന്നു. മൂന്നാമതായിട്ട് പൗലോസ് ന്യായപ്രമാണം ഉപയോഗിക്കുമ്പോൾ ഇവിടെ പറയുന്നത്, ന്യായപ്രമാണം ഒരിക്കലും മനുഷ്യൻ്റെ വിശുദ്ധീകരണ ജീവിതത്തിന് സഹായം ചെയ്യുന്നില്ല. അതാണ് 15 മുതൽ റോമലേഖനം 6ൻ്റെ 15 മുതൽ 19 വരെ പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ 3 കാര്യങ്ങളാണ് ന്യായപ്രമാണത്തെക്കുറിച്ച് ഇതുവരെ പൗലോസ് പറഞ്ഞത്. അപ്പോൾ പൗലോസിൻ്റെ മുമ്പിൽ ഉയർത്തിയ ചോദ്യം എന്താണ്? നാം ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം ചെയ്യുകയെന്നോ? അതിന് പൗലോസ് ശക്തമായ മറുപടി പറഞ്ഞു, ഒരു നാളും അരുത്, ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കുക പോലും പാടില്ല. നാം കൃപയുടെ കീഴിലാണെന്ന് പറഞ്ഞാൽ പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല. അർഹതയില്ലാത്ത അനുഗ്രഹമെന്ന കൃപയുടെ കീഴിലായതുകൊണ്ട് അത് പാപം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമല്ല. കൃപ അത് വാസ്തവത്തിൽ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് പാപം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയാണ്. പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ബോധ്യം തരികയാണ്. കൃപയുടെ കീഴിലാണെന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ കൃപയുടെ കീഴിലാണ്, അർഹതയില്ലാത്തൊരു സ്ഥാനത്ത്, അർഹതയില്ലാത്തൊരവസ്ഥയെ ദൈവം എന്നെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് ജീവിക്കണമെന്ന ബോധമുണ്ടാകും. കൃപ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയ ഒരാൾ. അപ്പോൾ കൃപയുടെ കീഴിലാണ് എന്നുള്ളത് നമുക്ക് പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മളെ സഹായിക്കും. ന്യായപ്രമാണത്തിന് സാധിക്കില്ല ഇപ്രകാരം നമ്മെ സഹായിക്കാൻ. റോമലേഖനം 7ാം അധ്യായത്തിൽ നമ്മൾ എത്തുമ്പോൾ അതിൻ്റെ 7 മുതൽ 14 വരെ ആ സംഘർഷത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നതാണ്. അപ്പം കൃപയുടെ കീഴിലാണെന്ന് പറയുമ്പോൾ ദൈവത്തോട് കടപ്പാടില്ലെന്നല്ല. നാം ഇപ്പോൾ കൃപയുടെ കീഴിലാണ്, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ല ദൈവത്തോട്, അങ്ങനെയല്ല. പകരം ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന, നൽകി തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന്, പൂർത്തിയാക്കുന്നതിന് ദൈവകൃപ നമ്മെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ദൈവകൃപ നമ്മെ സഹായിക്കുന്നത്. നാം കൃപയുടെ കീഴിലാണ്, കൃപയിലാണ് നിൽക്കുന്നത്, കൃപയിലാണ് നമ്മൾ വളരേണ്ടത്, കൃപയിലാണ് ശക്തിപ്പെടുത്തേണ്ടത്. കൃപയാണ് ഏറ്റവും പ്രധാനം. ആ കൃപ നമ്മെ സഹായിക്കും. ഈ ലോകത്തിൻ്റെ അധർമ്മത്തിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും വേർപെട്ട്
നാം ദൈവത്തിൻ്റെ വിശുദ്ധ ജനമായി നിൽക്കാൻ കൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തും. ഇപ്പോൾ കൃപയുടെ കീഴിലെന്ന് പറഞ്ഞാൽ പ്രമാണത്തിന് കീഴിലല്ല, നമ്മുടെ കർമ്മ പദ്ധതികളല്ല. പക്ഷെ അതിൻ്റെ അർത്ഥം ഒരു നിയമവുമില്ല, ഒരു അച്ചടക്കവുമില്ല, നിയന്ത്രണമില്ലാത്ത ജീവിതമെന്നോ കുറ്റമറ്റ ഒരു ആവശ്യകതയാണ് ദൈവം ചോദിക്കുന്നൊന്നുമല്ല. അത് റോമലേഖനം 8 വ്യക്തമായി പറയും. ആത്മാവിനെ അനുസരിച്ച് നമ്മൾ നടക്കേണ്ട അവസ്ഥ. ഇപ്പോൾ പൗലോസ് ഇവിടെ റോമലേഖനം 6 അധ്യായത്തിൻ്റെ 16 മുതൽ 20 വേദഭാഗങ്ങളിൽ അടിമകളെക്കുറിച്ച് യജമാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയാണ്. ആ 16 വാക്യം ഒന്ന് വായിക്കാം. റോമർ 6. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങളെ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നുവെന്ന് അറിയുന്നില്ലയോ? അപ്പോൾ അവിടെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആർക്കാണോ സമർപ്പിച്ചത് അവരെ അനുസരിക്കാൻ നിങ്ങൾ കടപ്പെട്ടിരിക്കും. നിങ്ങൾ അവരുടെ ദാസന്മാരാണ്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ സാർവലൗകികമായിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന ചില സത്യങ്ങൾ അവിടെ വെളിപ്പെടുത്തുന്നു. ഒന്ന്, സാത്താനെ സേവിക്കുന്ന വ്യക്തി ഒരിക്കലും ദൈവത്തെ സേവിക്കാൻ പറ്റില്ല. ഏതെങ്കിലും വിധത്തിൽ സാത്താനെ ശുശ്രൂഷിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തെ ഒരിക്കലും ശുശ്രൂഷിക്കാൻ പറ്റില്ല. മറ്റൊരു കാര്യം ഇവിടെ രണ്ടാമത് നമ്മൾ കാണുന്നത് പാപത്തെ സേവിക്കുന്ന ഒരാൾ ഒരേ സമയം നീതിക്ക് ദാസനാകാൻ പറ്റില്ല, നീതിയുടെ ദാസനായിരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തി പാപ സ്വഭാവത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ ക്രിസ്തുവിനെ രക്ഷിച്ചിട്ടില്ല, ക്രിസ്തുവിനെ രക്ഷിക്കുകയാണ് ഈ പാപത്തിൽ നിന്ന്. അവൻ ഇതുവരെ പിശാചിൻ്റെ ദാസനായിരുന്നു, പാപത്തിൻ്റെ ദാസനായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ക്രിസ്തുവിനെ രക്ഷിച്ചെടുക്കുകയാണ്. പത്രോസ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ ഒരു തത്വം ഇവിടെ അവതരിപ്പിക്കും. പത്രോസിൻ്റെ 2 ലേഖനം 2 അധ്യായം അതിൻ്റെ 19 വാക്യത്തിൽ പത്രോസ് ഇങ്ങനെയാണ് എഴുതിയത്. പത്രോസിൻ്റെ 2 ലേഖനം 2 അധ്യായം 19 തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു. ഈ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വ്യക്തി താൻ തന്നെ അടിമയായി കിടക്കുകയാണ്. ദാസനായി എന്തിൻ്റെയോ ശക്തിയുടെ ബലഹീനതയുടെ മോഹത്തിന് കീഴിൽ അടിമയായി കിടക്കുന്ന വ്യക്തിയാണ്. അതിൽ സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത ഒരാളാണ് മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്ത്. ഉദാഹരണത്തിന് മദ്യപാനത്തിൻ്റെയോ പുകവലിയുടെയോ അടിമയായി കിടക്കുന്നൊരു വ്യക്തി അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്നത് പോലെ ആ വ്യക്തിക്ക് അത് പ്രസംഗിക്കാൻ പറ്റില്ല. താൻ ഇപ്പോൾ അതിൻ്റെ അതേ സ്വഭാവത്തിൻ്റെ അടിമയാണ്. നിങ്ങളുടെ പത്രോസൂടെ പറയുന്നത്, ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഈ ദുസ്വഭാവത്തിൽ നിന്ന് മറികടക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അതിന് തോറ്റുപോയി, ഞാൻ അതിൻ്റെ അടിമയാണ്. ഇവിടെ എനിക്ക് സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഇതാണ് മത്തായി 6:24 യേശു പറഞ്ഞു, ഒരേ സമയത്ത് 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റില്ല. അത് മത്തായി 12:30 കർത്താവ് വേറെ വിധത്തിൽ അത് അവതരിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 12 30 വാക്യത്തിൽ കർത്താവ് പറഞ്ഞത് ഇപ്രകാരമാണ്: എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോട് ചേർക്കാത്തവൻ ചിതറിക്കുന്നു. എനിക്ക് അനുകൂലമല്ലാത്തവൻ പ്രതികൂലമാണ്. മർക്കോസ് 9 അധ്യായത്തിൻ്റെ 38 മുതൽ 41 വരെയും കാണാം. മർക്കോസ് 9:37 ഒരു അനുഭവത്തെക്കുറിച്ച് പറയും. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ യോഹന്നാൻ അവനോട്, ഗുരു, ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നതും ഞങ്ങൾ കണ്ടു. അവൻ നമ്മെ അനുഗമിക്കായികയാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞത്, അവനെ വിരോധിക്കരുത്. എൻ്റെ നാമത്തിൽ ഒരു വീര്യപ്രവൃത്തി ചെയ്തിട്ട് വേഗത്തിൽ ദുഷിച്ച് പറയുവാൻ കഴിയുന്നവൻ ആരുമില്ല. അത്ഭുത പ്രവൃത്തിയിൽ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തെക്കുറിച്ചാണ്, ഇന്നത്തെ കാലഘട്ടമല്ല. കർത്താവ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂടെ പെടാത്തവനായതുകൊണ്ട് ആ വ്യക്തി നിരോധിച്ചപ്പോൾ ക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല, നിങ്ങളുടെ കൂട്ടത്തിലില്ല എന്നുള്ളതുകൊണ്ട് അവനെ വിരോധിക്കരുത്. എനിക്ക് എൻ്റെ വചനത്തിന്, എൻ്റെ സത്യത്തിന് വിരോധമായിട്ട് അവൻ പറയാൻ പറ്റില്ല. ഉപദേശത്തിൽ നിന്ന് അറിയാൻ പറ്റുമോ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയ വ്യക്തിയാണോ? അപ്പോൾ ഇവിടെ കർത്താവ് യേശു വന്നത് നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. പാപത്തിൽ രക്ഷിക്കാനല്ല, പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ. അത് മത്തായിയുടെ സുവിശേഷം 1 അധ്യായത്തിൽ കർത്താവിൻ്റെ ആഗമനത്തെക്കുറിച്ച് ഗബ്രിയേൽ ദൂതൻ പറയുമ്പോൾ തന്നെ വ്യക്തമായി പറയും, അവളൊരു മകനെ പ്രസവിക്കും. മറിയോട് സംസാരിക്കുകയാണ്. അവൻ തൻ്റെ ജനത്തെ അവിടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകയുണ്ട്. അഭക്തനായ ദൈവപൈതൽ എന്നൊരു പ്രയോഗം ചേർച്ചയില്ലാത്തതാണ്. അഭക്തനായ ദൈവപൈതൽ, ദുഷ്ടനായ ദൈവപൈതൽ എന്ന് പറയുന്ന പോലെ അതൊരിക്കലും ചേരില്ല. യോഹന്നാൻ്റെ ലേഖനത്തിൽ യോഹന്നാൻ പറഞ്ഞ അവസ്ഥ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. യോഹന്നാൻ്റെ 1 ലേഖനം 3 9 10 വാക്യങ്ങളിൽ യോഹന്നാൻ പറഞ്ഞു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വഭാവമായി, തുടർമാനമായി, പാപത്തിൽ തന്നെ തുടർമാനമായി ജീവിക്കില്ല. കാരണം ദൈവത്തിൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയും. ദൈവത്തിൻ്റെ വിത്ത് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവവചന സത്യങ്ങൾ.
എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് അവനൊരിക്കലും പാപത്തിൽ തുടരാൻ പറ്റില്ല. അബദ്ധങ്ങൾ സംഭവിക്കാം, അതിനെക്കുറിച്ച് അവൻ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരും. ദൈവത്തിൻ്റെ മക്കളായിരുന്നു, പിശാചിൻ്റെ മക്കളായിരുന്നു ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. അപ്പോൾ വളരെ വ്യക്തമായി തന്നെ നമ്മൾ കാണിച്ചു തരികയാണ് ദൈവം ഇത്. അപ്പോൾ ഇത് അനിഷേധ്യമായൊരു വാസ്തവമാണ്. മനുഷ്യവർഗം പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആരുടെ ദാസനാണ്, ആരെയാണ് സേവിക്കുന്നത്. ഒന്നുകിൽ പാപത്തെ സേവിക്കുക, അത് നാശത്തിലേക്ക് എത്തിക്കും. അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കുക, അത് അനുസരിച്ച് ദൈവത്തെ സേവിച്ചാൽ നീതിയിലേക്ക് എത്തും. അപ്പോൾ വിശ്വാസത്തിൽ അനുസരണം വേണം എന്നുള്ളത് വചനത്തിലെ സത്യമാണ്. റോമലേഖനം 1:5 റോമർ 12:26 അത് വ്യക്തമായി തന്നെ ദൈവാത്മാവ് നൽകിത്തരുന്നു. വിശ്വാസത്തിൽ അനുസരണം വേണം. കേട്ടുകൊണ്ടിരിക്കുന്നല്ല വിശ്വാസം, മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നല്ല വിശ്വാസം, മനഃപ്പാടമായി പറയുന്നല്ല വിശ്വാസം. വിശ്വാസം അനുസരണത്തിൽ വേണം. ഇനി റോമലേഖനം 6:17-18 വാക്യങ്ങളിൽ ഒരു പൂർവ്വ സമർപ്പണത്തെക്കുറിച്ച് പറയും. കഴിഞ്ഞ കാലത്തെ സമർപ്പണം പരാമർശിച്ചുകൊണ്ട് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിൽ, പഴയ അവസ്ഥ, എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇപ്പം പൗലോസ് പൊതുവായ തത്വത്തിൽ നിന്ന് താൻ ആർക്കാണോ എഴുതുന്നത് അവരുടെ പ്രത്യേകമായ അവസ്ഥയിലേക്ക് തൻ്റെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. അവിടെ പഴയ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ നേരത്തെ പാപത്തിന് ദാസന്മാരായിരുന്നു, പാപം നിങ്ങളുടെ മേൽ വാണു, പിശാച് നിങ്ങളുടെ മേൽ വാണു, നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു. പക്ഷെ നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പെടുത്തു. പാപത്തിൻ്റെ വിധേയത്വത്തിൽ നിന്ന്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് പുറത്തു വരുവാനായി നിങ്ങൾ തീരുമാനമെടുത്തു. കർത്താവിനെ അനുസരിക്കാനുള്ള തീരുമാനം. കാരണം നിങ്ങൾ വചനം കേട്ടു, സുവിശേഷം കേട്ടു, ദൈവം ഒരുക്കിയ രക്ഷയെക്കുറിച്ച് കേട്ടു, നിങ്ങൾക്ക് പുറത്തേക്ക് വരാനുള്ള മാർഗത്തെക്കുറിച്ച് കേട്ടു. നിങ്ങളത് കേട്ടപ്പോൾ അതനുസരിക്കാൻ തീരുമാനമെടുത്തു. അത് കേട്ടതുകൊണ്ടാണ് തീരുമാനമെടുത്തത്. അല്ലെങ്കിൽ അവർക്ക് സ്വയം കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്വയം പുറത്തേക്ക് വരാനുള്ള വഴി മനുഷ്യൻ്റെ കയ്യിലല്ല. നടക്കുന്നവൻ്റെ പാത നേരെയാക്കാൻ മനുഷ്യന് കഴിവില്ല. അപ്പോൾ അവരുടെ അടുക്കൽ സുവിശേഷം എത്തിയപ്പോൾ അതിലെ സത്യം അവർക്ക് മനസ്സിലാക്കാനുള്ള കൃപയും കൂടെ കിട്ടിയപ്പോൾ അവർ പുറത്തേക്ക് വന്നു. അവരനുസരിച്ച് യാക്കോബ് 1:22 കേട്ടതുകൊണ്ട് മാത്രം പ്രയോജനപ്പെടില്ല. ഇവിടെ പറയുന്നത് എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. നമ്മൾ കിടക്കുന്ന തകർന്ന അവസ്ഥ, പാപാവസ്ഥ, നാശത്തിൻ്റെ അവസ്ഥ വചനത്തിലൂടെ നമ്മൾ മനസ്സിലായി, കേട്ടു, നമ്മൾ ആത്മീകമായി നമ്മുടെ തകർച്ച കണ്ടു. പക്ഷെ നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ മറ്റു വഴിക്ക് പോയി. ദൈവാത്മാവ് പറയുന്നത് നിങ്ങൾ സ്വയം വഞ്ചിക്കുകയാണ്. ദൈവം നിങ്ങളെ കാണാൻ, വചനത്തിലൂടെ നിങ്ങളെ കാണിച്ചു തന്നപ്പോൾ വേണ്ട തിരുത്തലുകൾ നടത്താതെ, പരിഷ്കാരങ്ങൾ നടത്താതെ, തീരുമാനങ്ങൾ എടുക്കാതെ നിങ്ങളുടെ പ്രവൃത്തി തുടർന്നു. നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ മുന്നോട്ട് തന്നെ പോയി. ക്ലാസ്സിന് വന്നു, മീറ്റിങ്ങിന് വന്നു, പ്രസംഗം കേട്ടു, പിന്നെ വന്ന വഴിക്ക് തന്നെ തിരിച്ചും പോയി. ഒരു മാറ്റവും സംഭവിച്ചില്ല, ഒരു രൂപാന്തരവും സംഭവിച്ചില്ല, ഒരു വിഷയത്തിലും അനുസരണം കാണിച്ചില്ല. ദൈവം പറയുന്നത് നിങ്ങൾ നിങ്ങളെ വഞ്ചിക്കുകയാണ്. നിങ്ങളെ കാണിച്ചു തന്നിട്ടും, ദൈവം നിങ്ങളുടെ മുഖം നമുക്ക് കാണിച്ചു തന്നിട്ടും, നമ്മൾ ആരെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടും നമ്മളൊന്നും ചെയ്തില്ല. അതാണ് സ്വയവഞ്ചന, ആത്മവഞ്ചന. ഇവിടെ ഇതാ പൗലോസ് പറയുന്നു, നിങ്ങൾ പണ്ട് പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു. പക്ഷേ നിങ്ങളുടെ അടുക്കൽ ഒരു ഉപദേശം വന്നു, ഒരു പഠനം, ഒരു സത്യം, ഒരു വിഷയം നിങ്ങളെ അറിയിച്ചു ദൈവം. നിങ്ങൾ പ്രതികരിച്ചു. അപ്പോൾ ഇത് മതപരമായൊരു തീരുമാനത്തെക്കുറിച്ചാണ്. ഇപ്പം ലോകത്തെ ചില കൂട്ടരുണ്ട്, രക്ഷ എന്ന് പറയുന്ന വിശ്വാസം മാത്രം മതി, നമ്മൾ വചനം കേട്ട് വിശ്വസിച്ചാൽ മാത്രം ഇത് രക്ഷിക്കപ്പെടും. അവരെ സംബന്ധിച്ച് ഈ വേദഭാഗത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറഞ്ഞു, ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച എപ്പോഴാണ്? കേട്ട വചനം ഹൃദയപൂർവ്വം അനുസരിച്ച്. വെറുതെ അനുസരിച്ചാൽ പോരാ, പുറമേ അനുസരിച്ചാൽ പോരാ, ഹൃദയപൂർവ്വം അനുസരിച്ചപ്പോഴാണ് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചത്. അപ്പോൾ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഒരു അനുസരണം ദൈവം ആവശ്യപ്പെടുന്നു. ഇത് വിശ്വാസം മാത്രം മതി എന്ന് പറയുന്നവർക്ക് ദഹിക്കില്ല. അവരിന് വേറെ എന്തെങ്കിലും വ്യാഖ്യാനം കൊണ്ടുവരും. ദൈവപദ്ധതി പ്രകാരം നമ്മുടെ അടുക്കൽ വരുന്ന ഉപദേശം, സുവിശേഷം, അത് കേൾക്കുമ്പോൾ അത് അനുസരിച്ചാൽ മാത്രമേ നമ്മൾ കിടക്കുന്ന ബന്ധനത്തിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാവുകയുള്ളൂ. ഇതുതന്നെയാണ് പൗലോസ് എല്ലായിടത്തും പ്രസംഗിച്ചത്. തനിക്ക് നന്നായിട്ടറിയാം തനിക്ക് കൃപയും അപ്പോസ്തലത്വവും ലഭിച്ചത് എന്തിന്? ജാതികളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ച് വിശ്വാസത്തിന് അനുസരണം കൊണ്ടുവരുവാൻ. ഇപ്പോൾ കേൾക്കുന്ന വചനം വിശ്വസിക്കുന്നവർ അനുസരണത്തിലേക്ക് കൂടെ വരണം. കേട്ടിരുന്നാൽ പോരാ, അനുസരണം കൊണ്ടുവരണം.
അതിനാണ് തനിക്ക് അപ്പോസ്തലൻ എന്ന പദവി ലഭിച്ചതെന്ന് 1:5 റോമാലേഖനം 16:26 പറയും. അപ്പോൾ എല്ലാവരുടെ മനസ്സിൽ കൊണ്ടുപോകേണ്ട വാക്കുകളാണ് അനുസരണം. ഇവിടെ വേറൊരു വാക്ക് പ്രധാനമാണ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരാമർശിച്ചു, ഉപദേശരൂപം. ഇപ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങളുടെ അടുക്കലെത്തിയ ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച്, എന്ന് വെച്ചാൽ നിങ്ങൾ ഹൃദയപൂർവ്വം അതിന് സമർപ്പിച്ച്, കേൾക്കുന്ന വചനത്തിന് ഹൃദയപൂർവ്വം സമർപ്പിച്ച്. ഇംഗ്ലീഷിൽ കമ്മിറ്റ്മെൻറ്റ് എന്ന വാക്കാണ്. ഹൃദയപൂർവ്വം അതിൻ്റെ മുമ്പിൽ നിങ്ങളെ തന്നെ സന്നദ്ധത കാണിച്ച് അതിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ച് ഒരു ഉപദേശ രൂപം. രൂപം എന്ന വാക്ക് യവന വാക്കിൽ ടൂപ്പോസ് എന്ന വാക്കാണ്. മാതൃക, രൂപം, ആകൃതി, ക്രമം എന്നെല്ലാം അർത്ഥമുണ്ട് ആ വാക്കിന്. ഇതാണ് ഇവിടെ പൗലോസ് റോമർ 6:17 പറഞ്ഞത്. നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായി അടിമത്തത്തിൽ കിടന്നപ്പോൾ നിങ്ങളുടെ അടുക്കൽ ഒരു ഉപദേശരൂപം എത്തി. ഒരു ഉപദേശരൂപം, എ പാറ്റേൺ ഓഫ് ടീച്ചിങ്. അതിൻ്റെ അർത്ഥം AD 50 തന്നെ കർത്താവിൻ്റെ സഭയിലുടനീളം എല്ലായിടത്തും ഒരേ ഉപദേശ രൂപമായിരുന്നു. ഇഷ്ടം പോലെ പ്രസംഗിക്കായിരുന്നില്ല. ഒരേ ഉപദേശ രൂപം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരേ വിത്ത് ലോകമെങ്ങും വിതറി. അതുകൊണ്ട് ഒരേ ഫലമുണ്ടായി, ഒരേ വൃക്ഷമുണ്ടായി. അതാണ് ക്രിസ്തുവിൻ്റെ സഭ. ഇഷ്ടം പോലെ ഉപദേശം മാറ്റി മാറ്റി കൊടുത്താൽ, വിത്തുകൾ മാറ്റിയാൽ ചെടികൾ മാറും, ഫലം മാറും. ഒരേ ഉപദേശ രൂപമായിരുന്നു അന്ന്. പൗലോസ് തിമോത്തിയോസിനെ കുറിച്ച് പറയും, ഞാൻ എങ്ങും ഏത് സഭയിലും പ്രസംഗിക്കുന്ന പോലെ ക്രിസ്തുവുള്ള എൻ്റെ വഴികൾ നിങ്ങളുടെ അടുക്കൽ വരുന്ന തിമോത്തിയോസും പറയും. അതുകൊണ്ട് ലോകത്തിലെങ്ങും ഒരേ ഉപദേശം പ്രസംഗിച്ചതുകൊണ്ട് ഒരേ സഭയുണ്ടായിരുന്നുള്ളൂ. AD 600 വരെ. പിന്നീടാണ് ദുരുപദേശങ്ങൾ വന്നതും. മാനുഷികമായ സഭകളെല്ലാം, ആദ്യം റോമൻ കത്തോലിക്ക സഭ ഉൾപ്പെടെ എല്ലാ സഭകളും അന്നു മുതൽ ആരംഭിക്കപ്പെട്ടു. കൊടിയ ചെന്നായ്ക്കൾ കയറി വിപരീത ഉപദേശം പ്രസംഗിക്കാൻ തുടങ്ങി. പക്ഷെ അന്ന് വരെ ലോകത്തിൽ ഒരേ ഉപദേശമാണ്. അതിലേക്കാണ് നാം മടങ്ങി വരേണ്ടത്. പുതിയ സഭ സ്ഥാപിക്കാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചിട്ടില്ല. കർത്താവ് സ്ഥാപിച്ച സഭയിലേക്ക് മനുഷ്യർ മടങ്ങി വരണം. അതിൻ്റെ ഉപദേശ രൂപം കൃത്യമായി പഠിപ്പിക്കണം. ഇപ്പോൾ ഇവിടെ അനേകം ആൾക്കാർ എന്താണ് പൗലോസ് പഠിപ്പിച്ച ഉപദേശ രൂപം എന്ന ആശയക്കുഴപ്പമുണ്ട്. പലർക്കത് മനസ്സിലാക്കാതെ പലതും ഊഹിക്കാറുണ്ട്. കൃത്യമായിട്ട് വചനത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. 1 കൊരിന്ത്യർ 2 വാക്യത്തിൽ പൗലോസ് പറയും, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തു, ഇതാണ് എൻ്റെ പ്രസംഗം, ഇതാണ് എൻ്റെ പ്രസംഗ വിഷയം. 1-ാം നൂറ്റാണ്ടിൽ സുവിശേഷകന്മാർ, അപ്പോസ്തലന്മാർ, പ്രാസംഗികർ എല്ലാവരും പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ കാതൽ മറ്റൊന്നുമല്ല, യേശു, കർത്താവ് യേശുവിൻ്റെ മരണമടക്കം ഉയർപ്പ്. ഇതാണ് സുവിശേഷം. അത് കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 15-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ ഈ പ്രകാരം പറയും. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളെയും പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളെയും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനെ എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചൊന്നുമല്ലോ. ഞാൻ ഗ്രഹിച്ചത്, ഞാൻ പഠിച്ചത്, ഞാൻ അറിഞ്ഞത്, ഞാൻ അനുസരിച്ചത്, ഇതാണ് സുവിശേഷം. ക്രിസ്തുവിൻ്റെ മരണമടക്ക ഉയർപ്പ്, ഇതാണ് നല്ല വാർത്ത. ഇതാണ് ലോകമെങ്ങും പ്രസംഗിച്ചത്. ഇപ്പോൾ സ്നാനവും ക്രിസ്തുവിൻ്റെ മരണമടക്ക ഉയർപ്പെന്നുള്ള ബന്ധം കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ കാണുകയാണ്. ക്രിസ്തുവിൻ്റെ മരണമടക്കം ഉയർപ്പെന്ന വിഷയമില്ലെങ്കിൽ സ്നാനം ഒരു പ്രയോജനവുമില്ല. സ്നാനത്തിൽ ഒരു പ്രയോജനവും ഒരു മാറ്റവും രൂപാന്തരവും പരിവർത്തനവും സംഭവിക്കില്ല. സ്നാനപ്പെടുന്ന വ്യക്തിക്ക് രൂപാന്തരം സംഭവിക്കുന്ന കാരണം ക്രിസ്തുവിൻ്റെ മരണം അടക്കം ഉയർപ്പിനോട് ആ വ്യക്തി അനുരൂപപ്പെടുന്നത് കൊണ്ടാണ്. റോമലേഖനം 6-ാമത്തെ ആദ്യത്തെ ഭാഗം നമ്മളത് കണ്ടു. പക്ഷെ പലപ്പോഴും പലതും മറന്നു പോകുന്നു. അതുകൊണ്ട് പോലും ആവർത്തിച്ച് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചത്. ഒരു ഉപദേശ രൂപമുണ്ട്, അതാണ് സദ്വാർത്ത, സുവിശേഷം. ആ സത്യമാണ് ലോകമെങ്ങ് പ്രസംഗിക്കപ്പെട്ടത്. അതിന് മായം ചേർക്കാനോ എടുത്തു കളയാനോ കൂട്ടിക്കളയാനോ ഉപേക്ഷിക്കാനോ ആർക്കും അവകാശമില്ല. കർത്താവിൻ്റെ വചനം പ്രസംഗിക്കണം. ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കണം. കർത്താവ് നമ്മെ ഏൽപ്പിച്ച സുവിശേഷം അറിയിക്കണം. ക്രിസ്തുവിനെക്കുറിച്ച് ലോകത്തിന് അറിയണം. ലോകത്തിന് ദുരവസ്ഥയ്ക്കുള്ള ഏക ലേപനം, ഏക പരിഹാരമാർഗം യേശുവാണ്. യേശുവിനെയാണ് ലോകത്തിന് വേണ്ടത്. അതുകൊണ്ട് യേശുവിനെ കൃത്യമായി കൊടുക്കണം. അതിന് കൊടുക്കുന്നവർക്ക് യേശുമായൊരു ബന്ധം വേണം. പൗലോസ് എന്നിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി ഞാൻ മറ്റുള്ളവരുടെ ജാതികളോട് സുവിശേഷം അറിയിക്കുവാൻ. അപ്പോൾ അത് വളച്ചൊടിക്കാനോ കൂട്ടിക്കളയാനോ വൈകാരികമായ കഥകളും തമാശകളും പറഞ്ഞ് ഇന്നത്തെ അന്ത്യകാലത്ത് നമ്മൾ കൊടുക്കേണ്ട സന്ദേശത്തെ പഠിക്കാതെ മനസ്സിലാക്കാതെ സുവിശേഷ പ്രസംഗം നടത്താൻ പറ്റില്ല. അത് സുവിശേഷമല്ല. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് റോമലേഖനം 6 കണ്ടു ആ ഉപദേശ രൂപം, ക്രിസ്തുവിൻ്റെ മരണമടക്കം ഉയർപ്പ്, അവിടെ ചേരുവാൻ സ്നാനപ്പെടുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഒരു മോൾഡ്, ഒരു അച്ച്, നമ്മളൊരു അച്ചുണ്ടാക്കിയാൽ അത് മെഴുകുതിരിയുടെ അച്ചാണെങ്കിൽ അതിലേക്ക് മെഴുകുരുക്കി ഒഴിച്ചു കഴിഞ്ഞാൽ 1000, 500, 250 മെഴുകുതിരികൾ ഒരേ സമയത്തുണ്ടാക്കും, എല്ലാം ഒരേ രൂപത്തിൽ. ഇങ്ങനെ ഒരു അച്ചിനകത്താണ് ഈ മെഴുകുരുക്കി ഒഴിച്ചത്. എന്നതുപോലെ 1-ാം നൂറ്റാണ്ടിൽ കർത്താവിൻ്റെ സഭ ഒരേ ഉപദേശം, ഒരേ വിശ്വാസം, ഒരേ കർത്താവ്, ഒരേ സ്നാനം, ഒരേ പിതാവ്, ഒരേ ആത്മാവ്, ഒരു ശരീരം.
അതായിരുന്നു ആദ്യ അവസ്ഥ. അവിടേക്കാണ് തിരിച്ചു വരേണ്ടത്. തിരിച്ചു വരാനുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഒരു വലിയ ഹോള് പണിത് എല്ലാവരും ഒരുമിച്ച് കൂടുക. ഈ നാളുകളിൽ ഒരു പ്രത്യേക ദേശത്തുള്ള മുഴുവൻ കത്തോലിക്ക സഭകൾ ഒരുമിച്ച് കൂടി ക്രിസ്തുമസ് ആഘോഷിക്കണമെന്ന് പറയുന്നത് കേട്ടു. അത് ഐക്യതയല്ല, അത് സഹകരണമാണ്. ഐക്യത ഉണ്ടാകുന്ന വചനത്തിലാണ്. ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാവരും ഒന്നാകണം. വിട്ടുകളയേണ്ടത് വിട്ടുകളയണം, കൂട്ടിച്ചേർക്കണം. മാനുഷിക ഉപദേശങ്ങളെ തള്ളിക്കളയണം. ദൈവം നൽകിത്തന്ന അടിസ്ഥാന ഉപദേശങ്ങൾ അതിൽ ഒരുമിച്ച് വരണം. ഉപദേശത്തിലാണ് ഐക്യത ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പൗലോസ് ആവശ്യപ്പെടുന്ന ഉപദേശരൂപം. ഇവരത് കേട്ടു. പണ്ട് വരെ എവിടെയായിരുന്നു? പാപത്തിൻ്റെ ദാസനായിരുന്നു, പിശാചിൻ്റെ ദാസനായിരുന്നു. പക്ഷേ ഇവരുടെ അടുക്കൽ വചനം വന്നു. നിങ്ങളുടെ അടുക്കൽ ഇന്ന് വചനം കേൾക്കുന്ന പോലെ കേൾക്കുന്നവനെ എന്ത് ചെയ്യണം? അനുസരിക്കണം. കേട്ടുകൊണ്ടിരുന്ന എന്താ സംഭവിക്കുന്നത്? നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്. നമ്മുടെ മുഖം കണ്ടു, കുറവുകൾ കണ്ടു, പരിഹരിക്കാൻ പല വിഷയങ്ങളുണ്ടെന്ന് കണ്ടു, ഒന്നും ചെയ്യുന്നില്ല. നാളെ ഇന്ന് മനസ്സിലാക്കിയതുപോലെ നാളെ മനസ്സിലാകില്ല. ഇന്ന് ദൈവം നമുക്ക് നമ്മുടെ മുഖം കാണിച്ചു തന്നു, കുറവുകൾ കാണിച്ചു തന്നു, തിരുത്തേണ്ട ഭാഗങ്ങൾ കാണിച്ചു തന്നു, മാനസാന്തരപ്പെട്ട വിഷയങ്ങൾ കാണിച്ചു തന്നു, നമ്മളൊന്നും ചെയ്യുന്നില്ല. നാളെ അതേ വിഷയം കേട്ടാലും നമുക്കൊരു ചലനവും ഉണ്ടാകില്ല. കാരണം നമ്മുടെ മനസ്സുകൊണ്ട് അനുസരിക്കാൻ താല്പര്യമില്ല. വചനം കൈക്കൊള്ളാൻ, വചനത്തെ സ്നേഹിപ്പാൻ, വചനം അനുസരിക്കാൻ നമ്മുടെ മനസ്സിൽ താല്പര്യമില്ല. അതുകൊണ്ട് കേൾക്കുന്നത് ഒന്നും മനസ്സിലാകില്ല. നാളെ കഴിയുമ്പോൾ പിന്നീടും അത് കേട്ടാൽ പിന്നെ ഒട്ടും മനസ്സിലാകില്ല. നമ്മളതിന് വിരോധമായി സംസാരിക്കാൻ തുടങ്ങും. കേൾക്കുന്നവനും അനുസരിക്കുന്നവർക്കാണ് കൂടുതൽ ലഭിക്കുന്നത്, കൂടുതൽ കാഴ്ചപ്പാട് കിട്ടുന്നത്, ഇവിടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് വളരെ വ്യക്തമായി നമ്മൾ കണ്ടു. റോമലേഖനത്തിൽ ഇത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരു അച്ചിലേക്ക് ഉപദേശരൂപം അനുസരിക്കുന്ന സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശരൂപം, ക്രിസ്തുവിൻ്റെ മരണമടക്കം ഉയർത്തുന്ന സുവിശേഷ ഘടകങ്ങൾ സത്യത്തോട് ഒരു മനുഷ്യൻ അനുരൂപപ്പെടുമ്പോൾ അവനൊരു അച്ചിലേക്ക് എന്ന പോലെ ലോകമെങ്ങുമുള്ള യഥാർത്ഥ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോടൊപ്പം അവനും ദൈവം കൂട്ടിച്ചേർക്കുകയാണ്. ഒരു ശരീരത്തിൽ, ഒരു സഭയുടെ ലോകത്തിൽ കർത്താവിൻ്റെ സഭ. ഇവിടെ എണ്ണത്തിൽ ആൾ കുറവായിരിക്കും, പക്ഷേ അത് ഉപദേശത്തിൽ കൃത്യമായി ദൈവവചനം പറയാൻ നിൽക്കുന്നവരായിരിക്കും. അതാണ് കർത്താവിൻ്റെ സഭ. തുടരാം അടുത്ത ദിവസം ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ. ഒരു ഉപദേശ രൂപമുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ്? ഒരു ഉപദേശ രൂപമുണ്ട്. അത് വ്യക്തമായി ദൈവം ആദിമ സഭ മുതൽ അപ്പോസ്തലന്മാർക്ക്, വിശുദ്ധന്മാർക്ക് പരമേൽപ്പിക്കപ്പെട്ടതാണ്. അത് വളരെ വ്യക്തമാണ്. കൃപയുടെ കീഴിലാണ്. യഥാർത്ഥത്തിൽ കൃപയെ മനസ്സിലാക്കിയ ഒരാളും വീണ്ടും പാപത്തിൻ്റെ പോയി തലവെച്ച് കൊടുക്കില്ല. അബദ്ധം പറ്റും, പക്ഷെ പാപ സ്വഭാവമായി തുടരില്ല. നമ്മൾ വ്യക്തമായി കണ്ടു. പാപത്തിൻ്റെ ദാസനും പിശാചിൻ്റെ ദാസനുമായിരിക്കുന്ന ഒരാൾക്ക് ദൈവത്തെ ശുശ്രൂഷിക്കാൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല, വചനം പഠിപ്പിക്കാനോ വചനം വായിക്കാനോ വായിച്ചാൽ മനസ്സിലാക്കാനോ പറ്റില്ല. വായിച്ചു പോകാം, പക്ഷെ മനസ്സിലാകില്ല. ഉപദേശ രൂപത്തിന് കീഴ്പ്പെടണം. ഹൃദയപൂർവ്വം അനുസരിക്കണം. ആരും നിർബന്ധിച്ചിട്ടല്ല, സന്തോഷത്തോടെ വരെ അനുസരിക്കണം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ. നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.